നമ്മുടെ ചേർത്തല കോടതി കവലയിൽ നിന്ന് നേരെ കിഴക്കോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ്, അല്ലെങ്കിൽ ചേർത്തല കുപ്പിക്കവലയിൽ നിന്ന് നേരെ പടിഞ്ഞോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കുടംപുളി എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു മാസത്തിന് മുന്നേ കണ്ട റെസ്റ്റോറൻ്റ് അല്ല ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഈ സ്ഥാപനം ഇത്രയധികം മനോഹരമാക്കി തീർക്കാനായിട്ട് ഒരു 23-കാരനായിട്ടുള്ള പയ്യൻ്റെ പരിശ്രമം എന്ന് പറഞ്ഞാൽ അത് 3 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാതാപിതാക്കളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു സ്വർഗം തീർത്തു നിൽക്കുന്നത്. അപ്പോൾ ഈ സ്വർഗം എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഹരിതാഭമാർന്ന അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ 23-കാരനിൽ നിന്ന് ഇപ്പോൾ അവൻ വളർന്ന് 26-കാരനായെങ്കിൽ കൂടി ഈ 3 വർഷത്തെ പരിശ്രമം മുഴുവനും ഇവിടുത്തെ ഈ ഒരു ഭംഗിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ മുഴുവനും തീർന്നിട്ടില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നോക്കിക്കേ, നമ്മുടെ അർച്ചനക്കുട്ടിയുടെ വൈക്കോൽ കൂനയിലെ മൊട്ടുസൂചി അടക്കമുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഇവൻ്റെ ലൈബ്രറിയിലുണ്ട് കേട്ടോ. അപ്പോൾ തൻ്റെ റെസ്റ്റോറൻറ്റിനോടൊപ്പം ഒരു വായനാശീലവും കൂടെ വളർത്തിയെടുക്കാനുള്ള അവൻ്റെ തീരുമാനത്തിലും വളരെയധികം അഭിമാനം തോന്നി കേട്ടോ. കോഫിയാണ്, നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള കോഫിയാണ്. പക്ഷേ നല്ല ചൂടായിരുന്നത് കൊണ്ട് ആദ്യം ഇച്ചിരി നാക്ക് പൊള്ളിയെങ്കിലും പിന്നീട് ഞാൻ വളരെ സൂക്ഷിച്ച് കുടിച്ചിട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലേ, ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കുത്തും കൊള്ളയും കൊലപാതകവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവതലമുറയാണ് ഇതിനകത്തൊക്കെ ഇടപെടുന്നെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. വന്ന് കയറിയപ്പോൾ തൊട്ട് ഇവിടുത്തെ സ്പേസും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ നടത്താൻ പറ്റുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ ഹൽദി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സുനിത ചേച്ചി. ആ സ്ലോ മോഷനിലുള്ള വരവൊക്കെ ഒന്ന് നോക്കി. ആൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മളോട് സംസാരിക്കാനും പെരുമാറാനും അതുപോലെ തന്നെ ലുക്ക് വൈസ് ആണെങ്കിലും ആളൊരു ഗജക്കില്ലാടി തന്നെ. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര ആക്റ്റീവായിട്ട് നമ്മളുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അതാണ് നമ്മുടെ സുനിത ചേച്ചി. അപ്പോൾ എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കോഫിയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, അമ്മയെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ തൻ്റെ മകൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് അമ്മ വാദോരാതെ സംസാരിക്കുകയാണ് കേട്ടോ. അവൻ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്താണ് ഇതെന്നും അവൻ എന്താണെങ്കിലും ഭാവിയിൽ നല്ല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിപ്പെടണം എന്നാണ് എല്ലാ മാതാപിതാക്കളെയും പോലെ ആ അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആളുടെ മുഖത്ത് ആ പുഞ്ചിരിയിലും ആ ഒരു ആത്മവിശ്വാസത്തിലും തന്നെ മകനോടുള്ള ആ സ്നേഹവും മകനോടുള്ള ആ ഒരു വിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, തങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല മകനായിട്ട് അല്ലെങ്കിൽ നല്ല മകളായിട്ട് വളർന്നു വരണം. അവരെ കൊണ്ട് ഒരു രീതിയിലുള്ള മനസ്സമാധാനക്കേടും നമുക്ക് ഉണ്ടാവരുതെന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് നല്ലൊരു മകനെയും അതുപോലൊരു മകളും കൂടെ ഉണ്ട് കേട്ടോ. ആ മകളാണ് ഈ ഒത്തിരി മുടിയൊക്കെയുള്ള ഈ മകള്. അപ്പോൾ ആളുടെ മുടിയാണ് പുള്ളിക്കാരത്തിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ കേട്ടോ. അപ്പോൾ അവളുടെ ആങ്ങളെ തന്നെയാണ്, അതായത് നമ്മുടെ സച്ചിൻകുട്ടൻ തന്നെയാണ് വിളിച്ചിട്ട് പറഞ്ഞത്, ചേച്ചി അവളുടെ മുടിയിലോട്ട് നോക്കി, അവൾ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മുടിയിലോട്ടാണെന്ന്. മുടി ശരിക്കും പെൺകുട്ടികൾക്ക് ഒരു ഐശ്വര്യം തന്നെയാണല്ലേ. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഒരുപാട് മുടി. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്നും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇത് രണ്ടുമാണ്. അതായത് നമ്മുടെ ഫ്രൈഡ് റൈസും, അതും ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയനും ചില്ലി ചിക്കനൊക്കെ കോമൺ ആണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് എന്തായാലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഒരു മധുരവും പുളിയും എരിവും ഒക്കെ കൂടെ കലർന്നൊരു പ്രത്യേക ഫ്ലേവറില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതും കൂട്ടി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒപ്പം വേറെ ഓർഡർ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യൽ മന്തി റൈസാണ്. അത് സ്റ്റീം ചെയ്ത മന്തി റൈസ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. കണ്ട ആ കുഞ്ഞു ചിക്കൻ പീസുകളും കുറേ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് മുട്ടയൊക്കെ പൊരിച്ച് അതിനകത്തേക്ക് മിക്സ് ചെയ്ത നല്ല കിഡിലൻ ഫ്രൈഡ് റൈസ് ആണെന്ന് കണ്ടാൽ പറയത്തില്ലേ. പിന്നെ നമ്മുടെ മയണൈസിൽ മുക്കി ആ ഉപ്പിലിട്ട് വെച്ച സാധനങ്ങളില്ലേ, ഉപ്പിലിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ ഒരു ഐറ്റംസ്, ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യുവാണ്. പതുക്കെ കുറച്ച് റൈസൊക്കെ ഇട്ട് ചിക്കൻ മഞ്ചൂരിയനൊക്കെ ഇട്ടങ്ങ് പെരട്ടി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം മക്കളെ. അടിപൊളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒരു ഇത്തിരി സ്പൈസി ആയതുകൊണ്ട് ഇച്ചിരി എരിവൊക്കെ കൂടെ ഉണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടംപുളിയിലെ നല്ല കിഡിലൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ച് പൊളി.
അപ്പോൾ ഇത് കുഴിമന്തി റൈസ് അല്ല, മന്തി റൈസ് ആണ് കേട്ടോ. അതായത് സ്റ്റീം ചെയ്തെടുത്ത മന്തി റൈസ്. അപ്പോൾ മന്തിയുടെ ടേസ്റ്റുള്ള റൈസ്. അതിൻ്റെ ഒപ്പം നമ്മളിത് അൽഫാമാണ് വാങ്ങിച്ചേക്കുന്നത്, അതും പെരി പെരി അൽഫാം കേട്ടോ. അപ്പോൾ ഇതിനെ പെരി പെരി അൽഫാം മന്തി എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. കാരണം മന്തി റൈസ് പ്ലസ് പെരി പെരി അൽഫാം. അപ്പോൾ കുഴിമന്തിയുടെ റൈസിൻ്റെ ടേസ്റ്റ് ആണോ ഇതിനെന്ന് ചോദിച്ചാൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടെങ്കിലും അടിപൊളിയാണ്. കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ മയോണൈസൊക്കെ വെച്ച് കൂട്ടിക്കുഴച്ച് ഒരു പീസ് അൽഫാമിൻ്റെ കഷ്ണവും കൂടെ എടുത്തങ്ങ് വെച്ച് ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ വായിലോട്ട് വെക്കണം. എങ്ങനെ? ഇങ്ങനെ. അപ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്, അതിങ്ങനെ ആസ്വദിക്കണം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാലേ അതൊരു വല്ലാത്ത വികാരം തന്നെയാണ്. ആഹാ, കിഡിലൻ ടേസ്റ്റ്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള പോലെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഒന്നാന്തരം നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും ബീഫ് റോസ്റ്റും. അപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ള തക്കാളിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ബീഫ് റോസ്റ്റ് ദേ വന്ന് ടേബിളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഒപ്പം പൊറോട്ടയുണ്ട്. പൊറോട്ടയും സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വന്ന് വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ നല്ല പച്ചപ്പ് ഹരിതാപമൊക്കെ നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷവും അതുപോലെ തന്നെ നല്ല സ്നേഹസമ്പന്നമായിട്ടുള്ള അവരുടെ ഇടപഴകലും ഒക്കെ ആയിട്ട് നമ്മുടെ സച്ചിൻ കുട്ടൻ്റെ സംരംഭം എല്ലാവിധ വിജയവും കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.